മാ അറഫനി ഗൈറു റബ്ബി, എൻ്റെ റബ്ബല്ലാത്ത ഒരാൾക്ക് എന്നെ അറിയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മാ അറഫനി ഗൈറു റബ്ബി. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ ആളല്ല, ഇത് വേറെ ആളാണ്. ആ ആളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ഇത് മനസ്സിലാകാതെ മുസ്ലിം ആവില്ല, പിന്നീട് സുന്നിയാണ്. അതാണ് സുന്നി. മറ്റൊരുത്തെ മെമ്പർഷിപ്പ് കിട്ടാത്ത സമയത്ത് ഇവിടേക്ക് മെമ്പർഷിപ്പ് എടുത്ത് പിടക്കുക, അതല്ല സുന്നി. സുന്നിയാണ് എന്താ? സുന്നിയാണ് എന്താ? സുന്നി എന്ന് പറഞ്ഞാൽ ഇതാണ്. അത്രയും വലിയ അദബ് ആരോട് പാലിക്കണം? ഹബീബ നബിയോട്. ഇത് പറയുന്നത് ഖുർആൻ ഇവിടെ ഗുണദോഷിക്കുന്നത് ആരെയാണ്? നിങ്ങൾ ചിന്തിക്കുക, ആരെയാണ്? ബനൂ തമീം ഗോത്രക്കാരായ ചില ആളുകൾ വന്നപ്പോൾ അവരോടുള്ള സംസാരത്തിൽ അറിയാതെ അല്പം ശബ്ദം ഉയർന്നു പോയി. ആർക്ക്? സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ ശബ്ദം ഉയർന്നു പോയി. അപ്പോൾ ഖുർആൻ അവിടെ ആക്ഷേപിക്കുന്നത് എങ്ങനെയെന്നറിയോ? അൻ തഹ്ബത അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ ആ സെക്കൻഡിൽ പൊളിഞ്ഞു. ഖാല അഖറർതും, ഇത് നിങ്ങൾ സമ്മതിച്ചോ? അതായത് നിങ്ങൾക്ക് ഞാൻ കിതാബും നുബുവത്തും തരണമെങ്കിൽ റസൂലിനെ അംഗീകരിക്കും, എൻ്റെ മഹാനായ റസൂലിനെ അംഗീകരിക്കും എന്നത് നിങ്ങൾ സമ്മതിച്ചോ? ഖാല അഖറർതും, നിങ്ങൾ സമ്മതിച്ചോ? വഅഖദതും, നിങ്ങൾ പിടിക്കാൻ തയ്യാറാണോ? അലാ ദാലിക്കും, ആ വ്യവസ്ഥയുടെ മേൽ ഇസ്രി, ഞാൻ നൽകുന്ന ഉത്തരവാദിത്വം റസൂൽ വന്നാൽ നിങ്ങൾ സ്ഥാനഭ്രഷ്ടരായി കൊടുക്കും, റസൂലിനെ മുന്തിക്കും, മുഹമ്മദിനെ മുന്തിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യവസ്ഥയിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഖാലു, അവർ പറഞ്ഞു അഖറർനാ, ഞങ്ങൾ സമ്മതിച്ചു. ഖാല, അല്ലാഹു പറഞ്ഞു സമ്മതിച്ചാൽ പോരാ, ഫഷ്ഹദു, നിങ്ങൾ തമ്മിൽ സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ഒരു നബിക്ക് ആ നബി സാക്ഷ്യം വഹിക്കുമ്പോൾ തൊട്ടടുത്ത് അങ്ങനെയല്ല, ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും, ബാക്കിയുള്ള മന്ത്രിമാർ MLA കേട്ടിരിക്കുമല്ലോ എന്ന് പറഞ്ഞ ഫഷ്ഹദു, നിങ്ങൾ തമ്മിൽ സാക്ഷിയാണ്, നിങ്ങൾക്കുമേൽ വഅന മഅകും മിന ഷാഹിദീൻ, ഞാനും സാക്ഷി. ഇത്ര വട്ടപ്പി പറഞ്ഞേ ഒരു വിഷയം, ഇതിൻ്റെ ഗൗരവം എത്രയാണ് അള്ളാഹിൻ്റെ അടുക്കൽ. എന്താണ് ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ഞാൻ കിതാബ്, നിങ്ങൾ റസൂലാകണമെങ്കിൽ കിതാബ് അംഗീകരിക്കും എന്ന് നിങ്ങൾ വ്യവസ്ഥ തരണം എന്നല്ല, കിതാബ് ഞാൻ തരാം, മനസ്സിലായോ? നബുവത്തും തരാം. പക്ഷെ നിങ്ങൾ റസൂലിൻ്റെ മേൽ കരാറിയണം, കിതാബിൻ്റെ മേൽ കരാർ ചെയ്യണേ ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അപ്പം മുന്തിച്ചത് ഇവിടെ എന്തിനാണ്? സ്പഷ്ടല്ലേ? ഞാൻ കിതാബ് തരാം, പക്ഷെ ആ കിതാബ് അനുസരിച്ച് ജീവിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്ന അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, കിതാബ് തരാം. അപ്പം ഇവിടെ ബലുള്ള സാധനം എന്താ? അബ്ദ്, റസൂല്, അയ്മലല്ലേ വ്യവസ്ഥ. എന്തുകൊണ്ട്? അതിന് പണിയുണ്ട്. കിതാബ് പിടിക്കാൻ ഒരു പണിയില്ല. കിതാബ് ഒരാൾക്ക് തോന്നിയത് പിടിക്കാം, റസൂലിനെ മാധ്യമമാക്കിയാൽ തോന്നിയമാതിരി കിതാബ് പിടിക്കാൻ ഒരു കഴിയൂല. അവിടെയാണ് പ്രശ്നം. ഇതിപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്തിനാ? അതിപ്പോൾ നമ്മളോട് പറയുന്നത് എന്തിനാ? അത് ആദ്യം ആലോചിക്കും. നമ്മളൊരു മിനിറ്റും ഉണ്ടായിരിക്കും, എന്നിട്ട് നിങ്ങൾക്ക് അന്തം തിരിച്ചു വരട്ടെ. ഇതെന്തിനാ നമ്മളോട് പറയണത്? അല്ലാതെ എന്താ ഇത് ആവശ്യം? എടോ, ആലമുൽ അർവാഹിൽ നമ്മളെ സത്യപ്രതിജ്ഞ വിളിക്കാൻ പഠിച്ചോ, ഇത് അങ്ങനെ പരിപാടി നടക്കേണ്ട പേരും കൂട്ടമായി വന്നോളി, നമ്മൾ പങ്കെടുക്കാൻ പോവുകയാണോ? നമുക്ക് മുമ്പ് എത്രയോ 10,000 ലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആലമുൽ അർവാഹിൽ നടന്ന ഒരു ഉടമ്പടിയെ നമ്മളെ മുന്നിൽ അറിയിക്കുന്നത് കൊണ്ട് ഒരു ഹിക്കായത്തിനപ്പുറം നമുക്ക് എന്താ ഉള്ളത്? ഒന്ന്, ഈ റസൂലുകളെ പരിശോധിക്കാൻ നമുക്ക് കഴിയുമോ? ഞാൻ അങ്ങനെ വേറെ ഉടമ്പടി കൊടുത്തിട്ടുണ്ട് ട്ടാ, നിങ്ങൾ നോക്കിക്കോളി എന്നാണോ അതിൻ്റെ അർത്ഥം? മനസ്സിലായില്ല. നമുക്ക് ഈ വിവരം ആദം നബി വരുന്നതിന് മുമ്പ് അള്ളാഹു തആല തരികയാണെങ്കിൽ നമുക്ക് ആദം നബിനെ നോക്കി നടക്കാം. എന്ത്? ഈ ഉടമ്പടി മൂപ്പര് പാലിക്കണ്ടോന്ന്. അപ്പോൾ ഈസാ നബി അടക്കപ്പെട്ട എല്ലാ റസൂലും വന്ന് പോയിട്ടല്ലേ നമ്മളോട് ഇത് പഠിച്ചോൻ വരുന്നത്. അപ്പോൾ ഇവരെ വെരിഫൈ ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ എന്തിനാ നമ്മളോട് പറയുന്നത്? നമ്മളിത് പറയണത് എന്തിനാ? എനിക്ക് പ്രധാനം റസൂലാണെന്ന് ഈ കൂട്ടത്തിൽപ്പെടാത്ത നമ്മക്ക് തിരിയാൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു പെണ്ണ് കെട്ടി തീർത്ത്, രണ്ടാമത്തെ പെണ്ണും കെട്ടി തീർത്ത്, മൂന്നാമത്തെ നാലാമത്തെ പെണ്ണ് കെട്ടി,
ഓളെ കൊണ്ടുവന്ന് പെരയിലാക്കിയിട്ട് അടുക്കളയിൽ പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ ഇരിക്കണ നേരത്തെ ഓള് പിന്നെ മൂത്തമ്മ കല്യാണത്തിന് വന്ന മൂത്തമ്മയും പിന്നെ ഇളയമൊന്നും പോയിട്ടില്ല. അപ്പോൾ ഓളോട് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മൂത്തമ്മാനോടും അമ്മനോടും പറയാം, മര്യാദക്ക് നേരത്തിന് കഞ്ഞി തരണം. അത് തരാത്തോണ്ടാണ് ഞാൻ സക്കീനാനെ കാര്യം തീർത്ത്. ഞാൻ രാത്രിയാണ് വരുമ്പോഴത്തേനും വിരിപ്പ് വിരിച്ചു തരണം, ഇല്ലാത്തോണ്ടാണ് ഞാൻ മറ്റേ മാളൂനെ കാര്യം തീർത്ത് എന്ന് ഓനിങ്ങനെ ഒച്ചിട്ട് പറയാം. ഓളാട് അപ്പുറത്തത് കേൾക്കുക. ഓള് അന്ന് കിട്ടിയ കാലത്തില്ല, തൊലാക്കലില്ല. ഇതെന്തിനാ ഓള് ഇവിടെ പറയണത്? അന്തങ്ങമ്മയെ ഇതെന്തിനാ ഇവിടെ പറയണത്? ആ, നേരത്തിന് കഞ്ഞിയും കിട്ടിയിട്ടില്ലെങ്കിൽ, ഓൻ്റെ ബിസ്തർ നേരത്തിന് വിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ പരിപാടിയും സക്കീനാൻ്റെ അവസ്ഥയാണ് എനിക്കും ആകാന്ന് ബോധ്യപ്പെടാൻ. ഇതിപ്പോൾ എന്തിനാ റബ്ബ് ഇജ് നബിയ? എടാ ചങ്ങായി, ഈ ഒരായത്തിപ്പം കുറച്ചാ പരിശുദ്ധ ഖുർആൻ്റെ ഒന്നും കൂടി വലിപ്പം കുറഞ്ഞൂടേനോ? ഈ ആയത്തോണ്ട് നിനക്കെന്താ കാര്യം? എന്താണ് ചങ്ങായി ചിന്തിക്കാത്ത? ഇത് നീ നബിയാണോ? ഇജ് നബിയാകാൻ പരിശീലനം നടക്കണുണ്ടോ? ഇല്ല. അതൊന്നും അല്ലല്ലോ. എന്തിനത് പറഞ്ഞത്? ആ, എനിക്ക് വലിയ ആൾ എൻ്റെ റസൂലാനടാ പോന്തായേ. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇത് മുസ്ലിമീങ്ങളെ കിതാബല്ലേ? ആണോ? അല്ലേ? ഏതോ നബിമാരെ കരാർത്തി നമ്മളോട് പറയേണ്ട ആവശ്യം എന്താ? ആ നബിമാരെ നമ്മളോട് കണ്ടിട്ടുമില്ല. ആലമുല്ലാറുവായാലും ഈ പരിപാടി നമ്മളോട് പങ്കെടുത്തിട്ടും ഇല്ല. ഇതെന്നെ നമ്മളോട് പറയണത്. ഇത് ഖിയാമത്ത് നാളിൻ്റെ അവസാനത്തെ ആൾക്കും മാനിഫെസ്റ്റോ ഇതാണല്ലോ. എന്തിനെന്തിനത് പറയണത്? ഇതിന് പറയണത്, നീ ഇതിൻ്റെ കോതി നടന്നാൽ പോരാ. ഇതിന് വരെ ഞാൻ ഉടമ്പടി വെച്ചത് റസൂലിനെയാണ് കേട്ടോ. റസൂലിനെ അവലംബിച്ചോ. ഇപ്പൊ കുറച്ച് ഖുർആന്റെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ റസൂൽ വിഷയമല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ചിലർ പറയാണ്, എനിക്ക് ഖുർആൻ എന്നത് എൻ്റെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ്, മറ്റേത് ഹദീസ് ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്ന ഇതല്ലേ? എത്രയെടാ ഓൻ്റെ ഉള്ളു കുഫറാണ്. ഓൻ അള്ളാന്റെ ദജ്ജാലിന്റെ അടിമയാണ്. ഇതാണ് അതിൻ്റെ പാഠം. അല്ലെങ്കിൽ നമ്മളോട് പറയേണ്ട ആവശ്യമുണ്ട്? ഈ ഒരായത്തിൽ നമുക്ക് എന്താണ് ഇത് അന്ന് മനസ്സിലാണ്ട് പറഞ്ഞത്? നല്ലോണം ചിന്തിക്ക്. പശു വെള്ളം കുടിക്കാത്തതിന് പോത്തിനെ തല്ലാന്ന് പറയും. പശു പാല് തരും. അങ്ങനെ ഒരു ഉപമുണ്ട്. പശു വെള്ളം കുടിക്കാത്തതിന് പോത്തിനെ തല്ലാന്ന്. എന്തിനാന്നറിയാം? പോത്തിന് വെള്ളം വെച്ചു കൊടുത്തപ്പോൾ തന്നെ കുടിച്ചില്ല, അതിന് പോത്തിനെ തച്ചു. എന്തിനാണ്? പശുവിനെ തല്ലാൻ പറ്റില്ല. പശുവിനെ തല്ലിയാൽ പാല് കുറയും. പോത്തിനെ തല്ലുമ്പോൾ പശുവിന് മനസ്സിലാവും എന്ത് അടുത്ത തല്ല് എനിക്കാണ്. ഇതാണ് അവിടുത്തെ പാഠം. അമ്പിയാക്കൾക്ക് വരെ പ്രധാനമായി അള്ളാഹ് നിബന്ധന വെച്ചത് റസൂലിനെ അംഗീകരിക്കലാണ്, കിതാബല്ല. റിസാലത്തിന്റെ മേൽ കിതാബിനെ ഷർത്ത് വെച്ചതല്ല, കിതാബിന്റെ മേൽ റിസാലത്തിനെ ഷർത്ത് വെച്ചത്. എൻ്റെ റസൂലിനെ തൊട്ട കരുതിക്കൊള്ളി. എനിക്ക് വലിയ നിങ്ങളെ കിതാബോ ഒന്നുമല്ല, പിന്നെന്താണ്? റസൂലാണ്. ഇത് നമ്മളോട് ഇത് അവസാനത്തെ മുസ്ലിമിന്റെ മുന്നിൽ റസൂലിനെ തള്ളുന്ന കോടാനക്കോടിയുടെ മുന്നിൽ ഇത് അവസാനത്തെ ഉമ്മത്ത് വായിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? അവനും പാഠം വരണം. എന്ത്? കിതാബല്ല പ്രധാനം. ആരാണ്? റസൂലാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? കിതാബ് വലിയ കാര്യമില്ല ആണ്. പക്ഷെ പദങ്ങളെ പ്രയോഗവൽക്കരണത്തിൽ കിതാബിനെ അവിടെ ഒരു ഓറൽ പോക്ക് പോകുക. നിങ്ങൾക്ക് കിതാബ് വഹിക്കുമത്തൊക്കെ ഞാൻ തന്നു. പക്ഷേ റസൂൽ വന്നാൽ നിങ്ങൾ ഇതൊക്കെ മാറ്റിച്ചിട്ട് ഇവിടെ വേറൊരു കാര്യമുണ്ട്. ആ റസൂലിന് വേറെ കിതാബുണ്ട്. അപ്പൊ നിങ്ങളെ കിതാബ് എവിടെ വെക്കേണ്ടി വരും? താഴത്ത് കറക്കി വെക്കണം. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾക്ക് ഞാൻ കിതാബ് തരാതെ മറ്റേ കിതാബ് കൊടുക്കുന്നല്ല. നിങ്ങൾക്ക് ഞാൻ കിതാബ് തന്നു, പിന്നെ റസൂൽ വന്നു. അപ്പൊ റസൂൽ വരുമ്പോ റസൂലുണ്ട്, റസൂലിന് വേറെ കിതാബുണ്ട് അല്ലേ? റിസാലത്ത് അവ്വൽ യോമ മുതൽ കിതാബുണ്ടല്ലോ.
പറ കുട്ടി, ആ നിസാലത്ത് വരുന്ന തന്നെ ഇഖ്റ ബിസ്മിയോട് കൂടിയല്ലേ. അപ്പൊ നിസാലത്തോടിന്റെ 1-ാം ദിവസം അവിടെ റസൂലിന് എന്തുണ്ട്? കിതാബുണ്ട്. ഈ കിതാബും കൊണ്ട് ഈ റസൂലിന് വരുമ്പോ നമ്മക്ക് വേറെ കിതാബുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റൂല. എൻ്റെ കിതാബ് പിന്നെ മേശന്റെ അടിയിലൊക്കെ കാണും. ആ റസൂൽ വന്നാൽ എൻ്റെ കിതാബ് മൻസൂഖ. നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ല, റസൂൽ വന്നാൽ തന്നെ നിന്റെ കിതാബ്, റസൂൽ വന്നാൽ നിങ്ങളെ കിതാബിനെ നിങ്ങൾ എന്താ ചെയ്യണം? എന്താണ് നിങ്ങളെ കിതാബായിക്കോട്ടെ, പക്ഷെ അയാളെ മുമ്പിനായിക്ക് വിശ്വസിച്ചു. അങ്ങനെയല്ല, പിന്നെന്ത്? ثم جاءكم رسول مصدق لما معكم لتؤمنن به. ആ ആളെ മാത്രം നിങ്ങൾ വിശ്വസിക്കണം. വല തൻസുറുന്നഹു, ആ ആൾ എന്താണോ പറയുന്നത് അതന്നെ അയാളെ സഹായിക്കൽ. ഞാൻ അവിടെ ചലിട്ടാ. പിന്നെ ഈ മൂസാ നബിയും ഈസാ നബിയും ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്തെടുത്ത് നോക്കൂല? തൗറാത്ത്. അതോൽക്ക് പുരാവസ്തുവാണ്. നിങ്ങളിൻ്റെ മനസ്സിലായില്ല. മുഹമ്മദ് മുസ്തഫ വരുന്ന കാലത്ത് ഇവർ ഈ കിതാബും കൊണ്ട്, തൗറാത്ത് ഇഞ്ചീലും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ കിതാബ് അവർക്ക് എന്താണ്? പുരാവസ്തു. പിന്നെ ഈ ആള് പറയണാണ് അവരെ വേദം. ഈ ആൾക്ക് ഞാൻ കിതാബ് കൊടുക്കുന്ന പോലും ആയിരുന്നില്ല. പിന്നെ നിങ്ങൾ പാലിക്കേണ്ടത് അയാൾ പറയുന്ന നിയമങ്ങളാ. എന്തുകൊണ്ട്? എനിക്ക് അയാളാണ് പ്രധാനം. പറക്കുട്ടി, ഇതന്നെ അർത്ഥം. നിങ്ങളെ കിതാബ് പോലും പിന്നെ നിങ്ങൾ എടുത്തുപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ എല്ലാം ദുർബലപ്പെട്ട് കഴിഞ്ഞു. അയാൾ വന്ന കഴിഞ്ഞു. ثم جاءكم رسول مصدق لما معكم لتؤمنن به ولا تنصرون. എന്നിട്ട് അല്ലാഹ് പറയാണ്, അഖറർതും, നിങ്ങൾ സമ്മതിക്കോ? അപ്പോൾ അവർ പറഞ്ഞു സമ്മതിച്ചു പഠിച്ചോനെ. അപ്പൊ പറഞ്ഞു സമ്മതിച്ചാ പോരാ, ഫഷ്ഹദൂ, നിങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ സാക്ഷിയാകണം. അപ്പൊ ഒരാൾ സമ്മതിച്ചിട്ടുണ്ട് എന്നതിന് മറ്റുള്ളവരെന്താകണം? സാക്ഷിയാകണം. ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയ മൊത്തം കാര്യത്തിന്റെ മേൽ ഞാനും സാക്ഷിയായിരിക്കും. അപ്പൊ ഒരുപാട് സാക്ഷിയായി. അപ്പൊ ഒരാൾ ഇത് സമ്മതിച്ചാൽ, ഒരു നബി 1,23,998 നബിമാരോട് 99 നബിമാരോട് പറയാം. അപ്പൊ ഒരു നബിക്ക് 1,23,998 സാക്ഷി ഉണ്ടാവും. പിന്നെ ആരും സാക്ഷിയാണ്? പടച്ചോനായ റബ്ബുൽ ഇസ്സത്തും സാക്ഷിയാണ്. അല്ലാതെ അനങ്ങളെ വിടൂല. അതായത് അങ്ങോട്ട് കുടുക്കുക. ഇതിൽ ഞാനൊരു വിട്ടുവീഴ്ച, ഇതെന്തിനാ ഇത്രത്തോളം നിയമം വെച്ചത്? ഇതിൽ ഒരിക്കലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? ഇവരിൽ ചതിയന്മാരുണ്ടോ? നമ്മൾ വീണ്ടും 2ാം സ്റ്റെപ്പിലേക്ക് ഇറങ്ങാണ്. ഇതിപ്പോ എന്തിനാ ഇങ്ങനെ പറയണത്? ഇവരാരാ? അമ്പിയാക്കളാ. ഇവർ മുസ്തഫൗനൽ അഖ്യാർ, മുസ്തഫൈനുൽ അഖ്യാർ ആയ ജനങ്ങളല്ലേ? ആണ് പറയുടെ കുട്ടി. ഇവരാരാ? ഇവർ കടഞ്ഞ് തെളിയിക്കപ്പെട്ട ശുദ്ധീകരിച്ചവരാണോ? അല്ലേ? ആണ്. ഇവർ പണ്ട് എന്തെങ്കിലും പഠിച്ചവനെ ചതിച്ചിട്ടുണ്ടോ? ഇവരെന്തിനാ ഇത്ര പ്രശ്നം ഉണ്ടാക്കും? പറഞ്ഞാൽ മനസ്സിലായി. ചിന്തിക്ക്. അതെ, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തോ പറയും. ഒന്ന് കുട്ടിയെ, അതവിടെ അതിനേക്കാളും വലിയ പ്രശ്നം ഇത് പാഠം ഉൾക്കൊള്ളേണ്ട ജനതയെ പഠിപ്പിക്കാൻ പഠിച്ചോൻ നമ്മളെ. അതാണ് ഇതിലെ പാഠം. അവരോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ശരി തന്നെ. പക്ഷെ അത് നമ്മളോട് പറയുന്നതിൻ്റെ പിന്നിൽ പലതുമുണ്ടാവും. ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞാൽ തീരൂല. ഇവർക്കറിയാത്തത് ഈ ആൾക്കറിയും. അപ്പോൾ ഇവർക്ക് അറിയാത്ത രൂപത്തിൽ പല ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ ഈ ആളിൽ നിന്ന് വന്നേക്കങ്ങൾ ക്ഷമിച്ചണക്കണം. കാരണം കാര്യങ്ങളുടെ അടിസ്ഥാനം അറിയുന്നത് ആ ആളാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, മർമ്മ ഇതാണ്. ഇവിടെ ഇട്ട് പൂട്ടുകയെന്ന്. എന്തിനപ്പോൾ ഇവർ ഇങ്ങോട്ട് പൂട്ടിയല്ലോ? പെണ്ണുങ്ങളൊപ്പം പുതിയ പെണ്ണിൻ്റെ ഒപ്പം വന്ന് പുതിയാപ്പള ഒപ്പം വന്നവരൊക്കെ പോയി. ഓൻ പിന്നെ നിൽക്കണം, ഓളയും കൊണ്ടേ പോവുള്ളൂ എന്ന്. അങ്ങനത്തെ ഓനെ നമ്മളെ അബസിലാക്കണം.
അവൻ പാഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട്. മനസ്സിലായില്ല. എവിടുന്നോ പെണ്ണ് കെട്ടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കാണാനില്ലാതായിട്ട് പിന്നെ വയനാട്ടിൽ പോയി പിടിച്ചുകൊണ്ടുവന്നു. അവനെ കിട്ടിയാൽ തന്നെ നമ്മൾ ഓഫീസ് മുറിയിലിട്ട് പൂട്ടും. ഓക്കെ, കാരണം എന്നെപ്പോൾ കണ്ട പിന്നെ ഞാൻ ഇനി വയനാട്ടിൽ നിന്ന് കിട്ടിയത് ഇനി എന്നെ കർണാടകത്തിൽ നിന്നും കിട്ടൂല. ഇതെന്താണ് ഇത്? ഒന്നാം വരവാ. പുതിയ എണ്ണിൻ്റെ ഒപ്പം വന്ന പുതിയാപ്പളിനെ എന്തിനാണ് ചങ്ങായി ആഫീസിലിട്ട് പൂട്ടുന്നത്? ഈ മനുഷ്യന്മാരോട് ഇപ്പം എന്തിനാണ് അള്ളാഹ് അങ്ങനെ ഇടങ്ങാറാക്കി പറയണത്? ഇതിൽ പല പാഠമുണ്ട്. ഒരു പാഠം മനസ്സിലായില്ല, അത്രമേൽ പ്രധാനമാണ്. അള്ളാഹും സാക്ഷിയായി. ആരെ? നബിയെ നിങ്ങൾ മുന്തിക്കും എന്ന കാര്യത്തിൽ ആര് സാക്ഷിയാണ്? അള്ളാഹു സാക്ഷിയാണ്. അതായത് ഇത് എന്തിനാ നമുക്ക് പാഠം? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനിയായ ആൾ ആരല്ല, ഒന്നുമല്ല. ആരാണ്? മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ കാണിക്കുക, ഒരുപാട് സ്ഥലങ്ങൾ. ഹുജറാത്തിൻ്റെ ആദ്യ ഭാഗം എടുക്കി. ഹുജറാത്തിൻ്റെ ആദ്യ ഭാഗം എടുക്കി. ഹുജറാത്ത് ഹുജറാത്ത് ഹുജറാത്തിൻ്റെ ആദ്യ ഭാഗം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി. ഹുജറാത്തിൻ്റെ ആദ്യ ഭാഗം. ഹുജറാത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞിട്ടില്ല. ഇനിയും ഈ വിഷയത്തിൽ ഒരു ക്ലാസ് കൂടി ഉണ്ടാവും. കരവിഷയാണ്. ഹുജറാത്ത് സൂറത്തിൻ്റെ ആദ്യ ഭാഗം. ഹുജറാത്ത് സൂറത്തിൻ്റെ ആദ്യ ഭാഗം. ഹുജറാത്ത് സൂറത്തിൻ്റെ ആദ്യ ഭാഗം കണ്ടോ? കണ്ടില്ലേ? ഹുജറാത്ത് സൂറത്തിൻ്റെ ആദ്യ ഭാഗം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. അതെ അതെ. യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ. എത്രാമത്തെ പേജാണ് ഹുജറാത്ത്? എത്ര? 515. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭയങ്കര വർത്താനാണ് ഈ വർത്താനം കേട്ടോ. ഹുജറാത്ത് സൂറത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കരുത്. വത്തഖുല്ലാഹ്. അല്ലാഹ് നിങ്ങൾ ഭയപ്പെടുക. അല്ലാഹുവിനെ മറികടക്കരുത്. മറികടക്കാൻ നോക്കരുത്. ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹു തീർച്ചയായും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഒരു സംഭവം ഉണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട കാര്യം. അല്ലാഹുവിനെ റസൂൽ നിങ്ങൾ മറികടക്കരുത്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിലുണ്ട് എന്ത്? അള്ളാഹു റസൂൽ ഒരു സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ റസൂൽ മിണ്ടാതെ മിണ്ടരുത്. റസൂൽ ഭക്ഷണത്തിൽ കൈവെക്കാതെ ഭക്ഷണത്തിൽ കൈവെക്കരുത്. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഇല്ല തുഖദ്ദിമു, നിങ്ങൾ മറികടക്കരുത്. അടുത്ത ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ വീണ്ടും പറഞ്ഞു. നിങ്ങൾ നോക്ക് നിങ്ങൾ ഇതൊക്കെ സാധാരണ അല്ലാത്ത കാര്യങ്ങളാണ്. ഈ യാ അയ്യുഹല്ലദീന ആമനൂ പറഞ്ഞാൽ ഇനി എൻ്റെ ബാക്കി അത്ഫീദാ മതിയല്ലോ. പക്ഷെ പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ പറഞ്ഞു, തിരിഞ്ഞില്ല. ഇനിയിപ്പോൾ ആ നിയമങ്ങളിലേക്ക് ഇവിടെ മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമങ്ങളെ അതിലേക്ക് എന്ത് ചെയ്താൽ മതി? ലിങ്ക് ചെയ്താൽ മതിയല്ലോ. ഇവിടെ അങ്ങനെയല്ല. വീണ്ടും യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ ലാ തർഫഉ അസ്വാതക്കും, നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. ഫൗഖ സൗത്തിൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെ മറികടക്കുന്ന ശബ്ദം നിങ്ങൾക്കുണ്ടാകരുത്. വലാ തജ്ഹറു ലഹു, നിങ്ങൾ ശബ്ദം ഉയർത്തി നബിയോട് സംസാരിക്കരുത്. ബിൽ ഖൗലി, വാക്കുകൊണ്ട് നബിയോട് നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. ജഹിരി ബഅലിക്കും ലി ബഅലിൻ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിധത്തിൽ. നിങ്ങളിപ്പോൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരാൾ ശബ്ദം ഉയർന്നാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ നബിയോട് സംസാരിക്കരുത്. നബിയോട് സംസാരിക്കുമ്പോൾ നബിയുടെ ശബ്ദം ഉയർന്നതും നിങ്ങളുടെ ശബ്ദം താഴ്ന്നതുമായിരിക്കണം. അങ്ങനെ അല്ലെങ്കിലോ അൻതഹ്ബത അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകളെല്ലാം, നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത എല്ലാം നന്മ ആ സെക്കൻഡ് നഷ്ടപ്പെട്ടു. ഇത് ഖുർആനല്ലേ പറയണത്? ഇതാർക്കാണ് താക്കീത് ചെയ്തെന്നറിയോ? സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നു ഖത്താബിന്. അതായത് ബനൂ തമീം ഗോത്രക്കാരായ കുറച്ച് ആളുകൾ മദീനയിൽ വന്നു.
അപ്പം പള്ളീൻ്റെ പരിസരത്തെത്തി സംസാരിക്കുക. ഉമർ ഇബ്നു ഖത്താബും സിദ്ദീഖ് നബി അവിടെ ഉണ്ട്. പക്ഷെ ആ സംസാരത്തിൽ അവരുടെ ശബ്ദമൊരൽപ്പം ദേഷ്യം കൂടിപ്പോയി. അപ്പോഴാണ് ആയത്തിറങ്ങി. എന്ത് കാര്യമല്ല, ഒരു ഭൗതികമായ കാര്യമല്ല, മനസ്സിലായില്ല. സംസാരിച്ചപ്പോൾ നബി അവിടെ ഉണ്ടാകുമ്പോൾ അത് പരിഗണിക്കാതെ ഒച്ചട്ട് വർത്തമാനം പറയാൻ പാടില്ല. ഇതിപ്പോൾ സിദ്ദീഖുൽ അക്ബർ മോശമായിട്ടല്ല, മഹാൻ തന്നെ, അറിയാതെ പോലും അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നാലോ അന്തഹബത്ത് അഅ്മാലുക്കും, നിങ്ങൾ എത്ര സിദ്ദീഖുൽ അക്ബർ ആണെങ്കിലും നിങ്ങൾ ചെയ്ത നന്മകളെല്ലാം ആ സമയത്ത് പൊളിഞ്ഞു. റസൂലുള്ളാഹിക്ക് ഒരു ഇൻകാർ തോന്നിയാൽ മതി. എന്നെ ഒരു പരിഗണിച്ചില്ലല്ലോ എന്ന് തോന്നിയാൽ നിങ്ങൾ നശിച്ചു. ആരോടായി പറഞ്ഞ ഖുർആൻ? സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു. ഇനി എന്താ പറയാനുള്ളത്? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ട് എന്ന് പരിഗണിക്കാതെ, അത് ശ്രദ്ധിക്കാതെ അവരിൽ നിന്നൊരൽപ്പം ശബ്ദം ഉയർന്നുപോയി. ആവശ്യമുള്ള വിഷയം തന്നെ പറഞ്ഞു, ശബ്ദം ഉയർന്നുപോയി. ഇതിപ്പോൾ നിങ്ങൾ ചിന്തി, അതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം? പക്ഷെ പ്രശ്നമുണ്ട്. അത്രയും വലിയ ആളാണിത്, നിങ്ങൾക്ക് ഇയാളെ മനസ്സിലാക്കാൻ കഴിയൂല എനിക്കല്ലാതെ. മഅറഫനി ഗൈറു റബ്ബി, എൻ്റെ റബ്ബല്ലാത്ത ഒരാൾക്ക് എന്നെ അറിയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മഅറഫനി ഗൈറു റബ്ബി. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ ആളല്ല, ഇത് വേറൊരാളാണ്. ആ ആളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ഇത് മനസ്സിലാകാതെ മുസ്ലിം ആവൂല, പിന്നീട് സുന്നിയാണ്. അതാണ് സുന്നി. മറ്റൊരുത്ത് മെമ്പർഷിപ്പ് കിട്ടാത്ത സമയത്ത് ഇവിടേക്ക് മെമ്പർഷിപ്പ് എടുത്ത് ഇവിടാക്കുക, അതല്ല സുന്നി. സുന്നിയാണ് എന്താ? സുന്നിയാണ് എന്താ? സുന്നി എന്ന് പറഞ്ഞാൽ ഇതാണ്. അത്രയും വലിയ അദബ് ആരോട് പാലിക്കണം? ഹബീബ നബിയോട്. ഇത് പറയുന്നത് ഖുർആൻ ഇവിടെ ഗുണദോഷിക്കുന്നത് ആരെയാണ്? നിങ്ങൾ ചിന്തിക്കുക, ആരെയാണ്? ബനൂ തമീം ഗോത്രക്കാരായ ചില ആളുകൾ വന്നപ്പോൾ അവരോടുള്ള സംസാരത്തിൽ അറിയാതെ അല്പം ശബ്ദം ഉയർന്നു പോയി. ആർക്ക്? സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു. അവരുടെ ശബ്ദം ഉയർന്നു പോയി. അപ്പോൾ ഖുർആൻ അവിടെ ആക്ഷേപിക്കുന്നത് എങ്ങനെയെന്നറിയോ? അൻ തഹ്ബത അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകൾ ആ സെക്കൻഡിൽ പൊളിഞ്ഞു. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾക്ക് അമല് പോയ വിവരങ്ങൾ പരലോകത്തെ എന്നാലേ അറിയുള്ളൂ. നിങ്ങളാകട്ടെ നിങ്ങളെ അമല് പൊളിയുന്ന വിവരോട്ട് അറിയുന്നുമില്ല. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾക്കത് അറിയില്ല. ആരാ റസൂലുള്ളാഹിന്ന് വിചാരിച്ച്? നമുക്ക് റസൂലുള്ളാഹിനെ അറിയില്ല. അതുകൊണ്ടാണ് ഉവൈസ് പറഞ്ഞത് എന്ത് പറഞ്ഞത്? ഹൽ റഅയ്തും റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ കണ്ടു? നഅം ഖാലല്ല, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടേ. അതാണ് സുന്നിയുടെ മനസ്സിലെ റസൂൽ. വഹാബിയുടെ മനസ്സിൽ അങ്ങനെ റസൂലില്ല. അതുകൊണ്ട് അവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല. പൊതുകാര്യങ്ങളിലൊക്കെ കൂട്ടാം, ധാര്യം കൂട്ടാലോ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവരെ കയറ്റാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. അതൊരിക്കലും പറ്റും. കാരണം ഇങ്ങനെ റസൂലിനെ അവർക്കറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവർക്കൊരു റസൂലിനെ അറിയും. നമുക്ക് നിസ്കാരം നോമ്പൊക്കെ പഠിപ്പിച്ചെന്നവർ പറയട കുട്ടി, ഇവിടെ നിസ്കാരം നോമ്പോ ആണോ ഇവിടുത്തെ വിഷയം? നിങ്ങൾ നബി നിസ്കരിച്ച പോലെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അമൽ പൊളിയെന്നാണോ പറഞ്ഞ്? മനസ്സിലായല്ലോ? അമലിനെ പറ്റി പറഞ്ഞാൽ എന്താ? ആഹദുക്കും ബിഅമലിഹി, അമലുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. ഇവിടെ മര്യാദയാണ്. മര്യാദ കൊണ്ട് സ്വർഗത്തിലും കിടക്കും നരകത്തിലും കിടക്കും. തിരിഞ്ഞില്ല. മര്യാദ കൊണ്ട് സ്വർഗത്തിൽ കിടക്കും, മര്യാദ എല്ലാം കൊണ്ട് നരകത്തിൽ കിടക്കും. അപ്പൊ സ്വർഗ നരകങ്ങളെ മാനദണ്ഡം എന്താ? മര്യാദ. അതിൽ ഏറ്റവും വലിയ മര്യാദ ആരോടാണ്? മുസ്തഫ നബിയോടാണ്. അത് എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥങ്ങൾ ചിന്തിക്ക്. ഒരു കൂട്ടൽ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചപ്പോൾ നബി സുജൂദ് ചെയ്തപ്പോൾ ഒരു കൂട്ടർ റുക്കൂക്ക് പോയി. അപ്പോൾ അതാണോ നമ്മുടെ പ്രശ്നം? നിങ്ങളിപ്പോൾ പുതിയ കുറച്ച് ആളുകൾ അങ്ങനെ ഇറങ്ങിയിരിക്കണ്. ഇപ്പോൾ ഒരു കൂട്ടർ നബി സുജൂദ് ചെയ്തിട്ട് പിന്നെയും കുറേ നേരം സുജൂദ് കടന്ന് എന്താ ഇപ്പം നബിനേക്കാളും വലിയ സുജൂദ്, അങ്ങനെയാണ് നമ്മുടെ വിഷയം. അതെന്നല്ലോണ്ട് ഇവിടെ വിഷയം എന്താ? നബി അവിടെ ഉണ്ടെന്ന് ശ്രദ്ധിക്കാതെ ഒരല്പം ഒച്ച ഉയർത്തി സംസാരിച്ചു.
അപ്പോൾ നാടന്മാരോട് പിന്നെ അള്ളാഹു തആല കുറച്ച് നാടന്മാരായ സ്വഹാബികൾ സംസാരിച്ചപ്പോൾ ഓരോട് ദേഷ്യപ്പെട്ടതാണോ അത്? അല്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പ്രധാനികൾ സിദ്ദീഖ് ഉമറോട് എന്താ പറഞ്ഞത്? പിന്നെ നിങ്ങൾ അമൽ പൊളിയിട്ടോ. ഇവരൊരിക്കലും റസൂലുള്ളാഹിനെ നിന്ദിക്കൂല എന്ന് ഉറപ്പ്. അവർ നിന്ദിച്ച് സംസാരിച്ചു. നിന്ദിക്കൂ ഈ രണ്ടാളുകൾ എന്നല്ല, ഇവര് രണ്ടാളും സ്വർഗത്തിന്റെ കൂട്ടുകാരാൻ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെ അമൽ ഒരിക്കലും പൊടിയല്ലതും അല്ല. അപ്പൊ ഇവിടെ ബോധവൽക്കരിക്കുന്നത് ആരെയാണ്? ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളെ. നിങ്ങൾ വിചാരിച്ച ആളല്ല അത്. എന്നും ബാധകമാണ്, എന്നും ബാധകം. അപ്പൊ നമ്മളെ ഹൃദയത്തിന്റെ മാണിക്ക കൊട്ടാരത്തിൽ കിതാബിനേക്കാൾ സ്ഥാനം കൊടുക്കേണ്ടത് ഹബീബാ നബിക്കാണ്. അതിനകത്ത് കിതാബ് നിസ്സാരന്നല്ല, കിതാബ് നിസ്സാരേ അല്ല. അതേ സമയത്ത് സ്ഥാനം നമ്മൾക്ക് റസൂലിലൂടെയുള്ള കിതാബെ അറിയൂ, കിതാബിനറിയില്ല. ആരിലൂടെ കിതാബ് അറിയൂ? പറ മനസ്സിലാവുണ്ട് കുട്ടികളെ? നിങ്ങൾ ചിന്തിക്കുക. ഇനി രണ്ടാം ഭാഗം. ഇന്നല്ലദീന യഗ്ളുന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ ശബ്ദം താഴ്ത്തി മിതപ്പെടുത്തി മര്യാദപ്പെടുത്തി സംസാരിക്കുന്നവർ, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, ഉലൈകല്ലദീന അവർ ഒരു ഭാഗം ആളുകളാണ്, ഇംതഹനല്ലാഹു ഖുലൂബഹും അവരുടെ ഖൽബുകളെ അല്ലാഹു തആല സജ്ജമാക്കി പരീക്ഷിച്ച് സജ്ജമാക്കി ലിത്തഖ്വാ തഖ്വയിലേക്ക്. അപ്പോൾ ഒരാൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ എന്ത് മിതത്വം, ശബ്ദത്തിൽ അത്രയും മിതത്വം പാടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ മുത്തഖയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് അവിടെ ബാധകം തന്നെയല്ല, തിരിഞ്ഞിട്ടില്ല. അത് മുത്തഖീങ്ങൾക്കേ കഴിയുള്ളൂ. എന്ത്? ഇന്നല്ലദീന ഒരു ഭാഗം ആളുകൾ യഗ്ളുന അവർ താഴ്ത്തുന്നു അസ്വാതഹും അവരുടെ ശബ്ദങ്ങളെ ഇൻദ റസൂലില്ല, റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവർ ആരോ? ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല തഖ്വയിലേക്ക് പരീക്ഷിച്ച് സമ്മതിച്ചിട്ടുണ്ട്. ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിലും അള്ളാഹു പൊറുത്തിട്ടുമുണ്ട്. വഅജ്റുൻ അളീം, അവർക്ക് മഹത്തായ പ്രതിഫലവും ഉണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വേറെ വിഷയം. ഇന്നല്ല ഒരു വിഭാഗം ആളുകൾ അറാബികൾ വന്ന് റസൂലുള്ളാഹിനെ യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈന, മുഹമ്മദെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു റസൂലുള്ളാഹിന്റെ വീട്ടുമുറ്റത്ത് നിന്ന്. അതാണ് രണ്ടാമത്തെ. ഇത് വേറെ സബബുൻ നുസുല. ഇതൊരു സബബുൻ നുസുല അപ്പം കഴിഞ്ഞ്. ഇനി അടുത്ത സബബുൻ നുസുല പറയുന്നത് എന്ത്? ഇന്നല്ലദീന ഒരു വിഭാഗം ആളുകൾ അറാബികൾ യുനാദൂനക അവർ അങ്ങേ വന്ന് വിളിക്കുന്നുണ്ട്. മിൻ വറാഇൽ ഹുജുറാത്തി, അങ്ങ് താമസിക്കുന്ന മുറിയുടെ പുറത്ത് മുറ്റത്ത് വെച്ച് അവർ അങ്ങേ വന്ന് വിളിക്കുന്നുണ്ട്. അക്തറുഹും ലാ യഅഖിലൂൻ, അവരിൽ ഭൂരിഭാഗത്തിനും ബുദ്ധിയില്ല. യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ എന്ന് നിങ്ങളെ മുറ്റത്തെന്ന് പറയാൻ പാടില്ല. അതായത് നിങ്ങളെ മുറ്റത്ത് ഒരാൾ വന്നാൽ നിന്നോളണം, മനസ്സിലാണ്ടോ? അങ്ങനെ നിന്നോളണം, അവിടെ നിന്നോളണം. യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ, മുഹമ്മദ് ഇറങ്ങി വാന്ന് പറയാൻ പാടില്ല. പക്ഷേ ഇവർക്ക് എന്തില്ല? അറാബികള, അവർക്ക് സംസ്കാരം അറിയുമില്ല, മര്യാദ ഒന്നും അറിയില്ല, പാവങ്ങൾ. പിന്നെ 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 അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു ബുദ്ധിയുള്ളവനെ കളി കളിച്ചാൽ അവൻ അള്ളാഹു വെറുതെ വിടൂല. കാരണം അത്രയും അള്ളാഹ്ക്ക് വലിയ ആളാണ് ആര്? സ്വല്ലല്ലാഹു. പിന്നെ അടുത്തായത് എന്താ? വലോ അന്നഹും സബറു, അവർ ക്ഷമിച്ച് നിന്നിപ്പോൾ ആ പുറത്ത് നിന്നിരുന്നെങ്കിൽ ഹത്താ തഖ്റുജ ഇലൈഹിം, അങ്ങയുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് സ്വമേധയാ മുറ്റത്തിറങ്ങി ചെല്ലുന്നവരെ അവരെ മിണ്ടാതെ ക്ഷമിച്ച് നിന്നിരുന്നുവെങ്കിൽ ലക്കാന ഖൈറൻ ലഹും, അവർക്കത് എത്ര നന്നായിരുന്നു. ഒരാടെ വെയിലുണ്ടോട്ടെ, അപ്പോൾ ഒരു വെയിലിടണം അല്ലാത്ത പ്രശ്നമില്ല. നിങ്ങളെ തണുപ്പ് നഷ്ടപ്പെടുന്ന അല്ലാത്ത പ്രശ്നമാണ്. അപ്പം ഇതാരാണ്? ഇയാളെ മനസ്സിലാക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. റസൂലുള്ളാഹിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നൊരു കാഫർ അല്ലാതെ പറയില്ല. ഒരു മൂമിൻ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയില്ല. വലോ അന്നഹും സബറു, അവർ പുറത്ത് നിൽക്കുകയാണ്. അവിടെ വെയിലാണെങ്കിൽ വെയിൽ, മഞ്ഞാണെങ്കിൽ മഞ്ഞ്, അവിടെ നിൽക്കുകയാണ് അവർ. നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലാണ്, വെയിലല്ലല്ലോ. നിങ്ങൾ ഭാര്യമാരോട് സല്ലപിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തോ ആയിരിക്കും.
വലോ അന്നഹും സബറു, അവരവിടെ ക്ഷമിച്ചു നിന്നോട്ടെ, ഹത്താ തഖ്റുജ ഇലൈഹിം, അങ്ങ് അവരിലേക്ക് ക്ഷമിച്ചിറങ്ങി ചെല്ലുന്നത്, അങ്ങ് അവരിലേക്ക് അങ്ങയുടെ ആവശ്യ നിർവഹണത്തിന് ശേഷം സ്വമേധയായി ഇറങ്ങിച്ചെല്ലുന്നത് വരെ അവരവിടെ ക്ഷമിച്ചു നിന്നിരുന്നുവെങ്കിൽ ലകാന ഖൈറല്ലഹും, അതവർക്ക് എത്രയോ ഖൈറായിരുന്നു. പിന്നെ വല്ലാഹു ഗഫൂറുർ റഹീം, പക്ഷേ ഇവർക്ക് ബുദ്ധിയില്ലല്ലോ, അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുത്തു. അതിൻ്റെ അർത്ഥം ബുദ്ധിയുള്ളവർ ചെയ്താൽ പൊറുക്കൂല. നിങ്ങളെ നിസ്കാരം പോലെ വേണ്ടത് എൻ്റെ റസൂലിനോട് നിങ്ങൾ കാണിക്കുന്ന മര്യാദ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, പഠിക്കണം. ഭയങ്കര വിഷയം. ദീനിലെ ഏറ്റവും പ്രധാന ആരാണ്? റസൂല മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് നമ്മൾ വാക്ക് പ്രവൃത്തി ഉണ്ടായാൽ പോരാ, അത്രയും വലിയ സ്നേഹം, അത്രയും വലിയ പ്രാധാന്യം. ആരൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട് അവർക്കൊക്കെ മദീന ഒരു പ്രാധാന്യം തന്നെയാണ്. മദീന ഒരു സംഭവമാണ് അവർക്ക്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദീന മുത്ത് മുഹമ്മദ് മുസ്തഫ. മദീനയിൽ വാനം സഞ്ചരിക്കാത്ത ആളുകൾ എത്ര ചരിത്രത്തിൽ. എന്തുകൊണ്ട് വാനപ്പുറത്ത് കയറൂല? മദീനയിൽ വാനപ്പുറത്ത് കയറൂല. എത്ര ആള്? ബഹുമാനം, മദീനയോടുള്ള ബഹുമാനം റസൂലുള്ളാഹി. അപ്പൊ ഒരു മനുഷ്യൻ ഇവിടെ നമ്മൾ പാഠം പഠിക്കുകയാണ്. എന്ത്? നമ്മൾ ഈ നിങ്ങൾ പറയും ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ ആ റസൂലുള്ളാഹിന്റെ പ്രാധാന്യം അല്ലേ അവിടെ വലുത്. അപ്പൊ ഈ ഖുർആൻ ഓതണമെങ്കിൽ ഈ മൗലൂദ് ഓടണല്ലോ. ആദ്യകാലക്കാരായ സ്വഹാബികൾ നബിയെ പറ്റി ചർച്ച ചെയ്യാണ്. നിന്റെ ചർച്ച, അവർ നബിയെ കണ്ടവരാണ്. അവർ കൂടിയിരുന്നാൽ ആരെ പറ്റിയാ പറയാ? റസൂലുള്ളാഹിനെ പറ്റി. അങ്ങനെ പറയാൻ നിനക്കില്ല. ആ സ്ഥാനത്താണ് നീ മങ്കൂസോദന. ഈ സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്താണെങ്കിലും വഫാത്തിന് ശേഷമാണെങ്കിലും അവർ കൂടിയിരുന്നാൽ സംസാരിക്കുന്ന ആരെ പറ്റിയാണ്? റസൂലുള്ളാഹിനെ പറ്റിയാണ്. അതിന് പകരം ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ ചെയ്യുന്നതാണ് എന്ത്? മൗലൂദ്. റസൂലുള്ളാഹിനെ പറ്റി പറയലാണ്. رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة زج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المندق إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته فأردت أن أقبل يديه فقال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين ورسول رب العالمين. ഇതിപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന അന്ന് അവർ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അവർ കണ്ട എന്താ പറയുക റസൂലുള്ളാഹിനെ പറ്റി. അതല്ലാത്തൊരു വർത്താനല്ല. ഭാര്യയും ഭർത്താവും മണിയറയെ കയറിയാലും റസൂലുള്ളാഹിനെ പറ്റി പറയാം. അതാണ് പറയാം. ഭാര്യയുമായി കടന്നുറങ്ങുന്നേക്കാൾ ഭർത്താവിന് ഇഷ്ടം ആരെ പറ്റി പറയല? റസൂലുള്ളാഹിനെ പറ്റി പറയാം. ഒരു സ്വഹാബി മെലിഞ്ഞു വന്നു. അപ്പൊ റസൂലുള്ളാഹി കണ്ടപ്പോൾ ചോദിച്ചു, അബിക മറന്നു, നിനക്ക് രോഗമുണ്ട്? ഞാൻ യാ റസൂലല്ലാഹ് ഉണ്ട്, എനിക്ക് രോഗമുണ്ട്. എന്തേ രോഗം? ദനീഫ്, പ്രേമരോഗം. സ്വഹാബി നബിയോട് പറഞ്ഞു, എന്താ പറ്റ മെലിഞ്ഞല്ലോ, എന്തിന് നിനക്ക് അധികം മറന്നു? നിനക്ക് വല്ല രോഗവുമുണ്ട്? എനിക്ക് രോഗമുണ്ട്. എന്താ നിന്റെ രോഗം? പ്രേമരോഗം. എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ രാത്രി ഉറക്കം വരില്ല. കുറച്ചു നേരം സുബൈ വരെ ഞങ്ങളെ കാണാതിരിക്കുമല്ലോ. എനിക്ക് വരി പോയ സമാധാനമില്ല, അങ്ങാടി പോയ സമാധാനമില്ല, നിങ്ങൾ കാണും. ആ മനുഷ്യനെ ഖുർആൻ ആക്ഷേപിക്കല്ല ചെയ്തത്. ആ മനുഷ്യന്റെ കാര്യത്തിൽ സൂറത്ത് നിസായിൽ ആയത്തിറങ്ങി, ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആയത്തിറങ്ങി ആ സ്വഹാബിന്റെ കാര്യത്തിൽ ഥൗബാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ നിങ്ങൾ അതെന്താ ആലോചിക്കട്ടെ? ഇതിപ്പം മനസ്സിലായില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമം പറഞ്ഞു കൊടുത്ത ആളും അല്ല റസൂലുള്ളാഹി. അത് അവരെ ഏറ്റവും അവസാനത്തെ കാര്യമാണ്. അവരുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നബിയെ സ്വീകരിച്ച്. ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നിയമങ്ങൾ അംഗീകരിച്ച്.
അതേ സമയത്ത് അവരുടെ മർമ്മം എന്ന് പറഞ്ഞത് സ്നേഹമാണ്. ആരോടുള്ള? സ്നേഹമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ് ഭയങ്കര പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അതാണ് ആ കാണുന്നത്. ഇപ്പം നമ്മൾ 2 സ്ഥലത്ത് കണ്ടു. എവിടെ? ആര്യ ഇമ്രാനിലെ 81-ാമത്തെ ആയത്ത് കണ്ടു, സൂറത്തുൽ ഹുജറാത്തിൽ കണ്ടു. എന്തിനേക്കാളും അല്ലാഹു ആരെ മുന്തിച്ചത്? സ്വല്ലല്ലാഹു മുന്തിച്ചത്. ബാക്കി അടുത്ത ക്ലാസ്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.